നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രം തേളുകൾ. തേളിൻ്റെ പല്ലിന് ഈത്തപ്പന പോലെ നീളവും എന്ന് ഇബ്നു മസ്ഊദാൽ പുലർന്നീ വാക്യവും. കൂടാതെ അവർക്കെത്തുന്നതാണൊരു ദാഹവും, അപ്പോൾ അവർ തെണ്ടുന്നു കിട്ടാൻ വെള്ളവും. വർഷം 1000 തെണ്ടിയാലൊരു മേഘവും വെളിവാകും, അപ്പോൾ വരും അവർക്ക് അതിൽ മോഹവും. സുബ്ഹാന റബ്ബി ചൊരിയുമേ അതിൽ നിന്ന്, തേളിൻ്റെ കൂട്ടം കുതിര പോലിരിക്കുന്നു. വർഷം 1000 എത്തിയെന്നാൽ തന്നെ അത് കുത്തിയാൽ മാറാത്ത വേദന പൊന്നേ. വീണ്ടും അവർ മഴ കിട്ടുവാൻ മോഹിക്കുമേ, അപ്പോൾ കറുത്തൊരു മേഘവും വെളിവാകുമേ. മഴയുള്ള മേഘം എന്നവർ പറയുന്നതാ, ഉടൻ തന്നെ ഉഗ്രം പാമ്പുകൾ പെയ്യുന്നതാ. അതു കാഴ്ചയിൽ ഒട്ടകത്തിൻ്റെ പിടലി പോലെയാ, കടിച്ചാലവസ്ഥയും നേൽ പറഞ്ഞതു തന്നെയാ. 7 എണ്ണമുണ്ടെന്നാണ് നരകത്തട്ടുകൾ, ജഹന്നമ സുഹൃത്തുക്കളെ ഏറ്റം മുകൾ. അത് മുഅ്മിനീങ്ങളിൽ നിന്ന് ദോഷികൾക്കുള്ളതാ, അതിൽ നിന്നവർ പോയാൽ അതൊഴിവാകുന്നതാ. നൂറുല്ലലാം നീ നോക്കിയാൽ കാണുന്നതാ, 19-ാം പേജിൽ ബയാൻ ചെയ്യുന്നതാ. നേതാക്കളായ സബാനിയാക്കൾ നരകമിൽ 19-ാം മുദ്ദസിർ സൂറത്തതിൽ ഓരോരോ കൈകാൽ കൊണ്ടും അവർ ഒരവസരം ശിക്ഷിക്കുമെന്ന സോദര 10,000. ദഖായിഖുൽ അഖ്ബാർ നോക്കതിലുണ്ടിത് 31-ാം പേജിലാ പറയുന്നത്. ദേശത്തിനാൽ അലറുന്നതാണ് നരകവും, തീപ്പൊരികളെറിയും കസ്റ് പോലാണുയരവും.